പാരിയത്തുകാവിലെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് CPIM ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. പാരിയത്തുകാവിലെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചും ഉന്നതിയിലുള്ളവർക്ക് പിന്തുണയുമായി CPIM കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. തോപ്പുംപടി പ്യാരി ജംഗ്ഷനിൽ നടന്ന ഐക്യദാർഢ്യ സദസ്സ് കൊച്ചി ഏരിയ സെക്രട്ടറി PS രാജത്തിന്റെ അധ്യക്ഷതയിൽ ജില്ലാ വർഷക്കാലം LDF കേരളം ഭരിക്കുമ്പോൾ വികസനത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ വികസനം കൊണ്ടുപോരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലെല്ലാം സൗഹാർദ്ദപരമായ നിലപാടെടുത്തുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് പകരം സംവിധാനമൊരുക്കി പുനരധിവസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നീക്കിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കേരളത്തിൽ വികസനം നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കമ്മിറ്റി അംഗം KM റിയാദ് ഉദ്ഘാടനം ചെയ്തു. പാരിയത്തുകാവിൽ ജനകീയ വിധിയുണ്ട്, 1 ഇഞ്ച് ഭൂമി വിട്ടു നൽകില്ല. CPIM ഈ കുടുംബങ്ങൾക്കൊപ്പമുണ്ട്. അതിശക്തമായ ജനകീയ പ്രതിരോധം തീർത്ത് പാർട്ടി മുന്നോട്ടു പോകുമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KM റിയാദ് പറഞ്ഞു. MK അബി, KJ ആന്റണി, സോണി K ഫ്രാൻസിസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. VC ബിജു, KP പ്രതാപൻ, KA അജേഷ്, AK അനൂപ് കുമാർ, KA എഡ്വിൻ, കൗൺസിലർമാരായ മഞ്ജുള അനിൽകുമാർ, ലവിത നെൽസൺ എന്നിവരും സന്നിധരായിരുന്നു. 1977 പാർലമെന്റും അസംബ്ലി തെരഞ്ഞെടുപ്പും ഒരുമിച്ചായിരുന്നു. നിങ്ങളിൽ പലർക്കും അത് ഓർമ്മ കിട്ടണമെന്നില്ല. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് ഒരാൾക്ക് 2 വോട്ടാണ്. നമ്മുടെ സ്ഥാനാർത്ഥി, ഒരാൾ അസംബ്ലി സ്ഥാനാർത്ഥി KJ ഹർഷനാണ്. നമ്മുടെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥി KN രവീന്ദ്രനാഥാണ്. രണ്ടുപേരും ഒരേ ജീപ്പിൽ ഒരേ തരത്തിൽ ജനങ്ങളുടെ വോട്ട് ചെയ്ത് പ്രചരണം നടത്തി പോയിട്ടുള്ള പാരമ്പര്യമാണ് നമുക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി. കൊച്ചിയുടെ ഹൃദയഭാഗത്ത് MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനോട് പ്രവർത്തിക്കുന്ന മുണ്ടംവേലി MES കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള UG ഓണേഴ്സ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. MES കോളേജ്, കൊച്ചി, മുണ്ടംവേലി.